ബ്ലോഗാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് വ്ളോഗ് അറിയാമല്ലോ അല്ലേ. നമ്മൾ ഒരു ഡയറി, ഒരു പുസ്തകത്തിലോ അല്ലെങ്കിൽ നമ്മളൊരു ഇൻ്റർനെറ്റിലോ നമ്മൾ എഴുതുന്നതിനെയാണ് നമ്മൾ ബ്ലോഗ് എന്ന് പറയുക. വ്ളോഗ് എന്ന് പറഞ്ഞാൽ വീഡിയോ ഡയറിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബ്ലോഗ് റൈറ്റിംഗ് ആണ്. സോ ബ്ലോഗിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അതിനൊരു ടോപ്പിക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരിക്കും ദ സീക്രട്ട് ടീച്ചേഴ്സ് ഓഫ് കണ്ടാവ് എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നിങ്ങളൊരു ബ്ലോഗ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുക്കുന്നു. ശേഷം നിങ്ങൾ അവിടെ എന്തെല്ലാമാണോ കാണാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ചൊരു ബ്രീഫായിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഇൻട്രൊഡക്ഷൻ ഇസ് മസ്റ്റ്. നെക്സ്റ്റ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുന്നത് പോലെ, ഷെയർ ചെയ്യുന്നത് പോലെ അതിനകത്ത് ഇങ്ങനെ പറഞ്ഞു വരിക. ഇനി വേറെ കോണ്ടെക്സ്റ്റ് ആണെങ്കിൽ നമ്മൾ അടുത്ത പാരഗ്രാഫിൽ അതിന് എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ അവിടെ വിശദീകരിക്കുക. ശേഷം നമ്മൾ അവസാനം ഒരു കൺക്ലൂഷനും കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. എപ്പോഴും ഇതിൻ്റെ ലാംഗ്വേജ് സ്റ്റൈൽ സിമ്പിളായിരിക്കണം. ആളുകൾക്ക് എപ്പോഴും പെട്ടെന്ന് വായിച്ചെടുത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന, എല്ലാതരം ഓഡിയൻസിനും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ ബ്ലോഗിനെ മാറ്റുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ബ്ലോഗിന് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഒരു ബ്ലോഗിൻ്റെ എക്സാമ്പിൾ ഇതിന് ശേഷം കൊടുക്കുന്നുണ്ട്. സ്ക്രീൻഷോട്ട് എടുക്കുക, അടിപൊളിയായിട്ട് വായിച്ച് വെക്കുക, പഠിക്കുക.